ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് G7 ഗ്ലോബൽ എക്കണോമിക് പ്രോസ്പെക്ട്സ് റിപ്പോർട്ട്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് യമൻ. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് G7 കുറിച്ചാണ്. ഈ G7 രാജ്യങ്ങളെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ 2024 G7 സമ്മിറ്റ് നടക്കാൻ പോകുന്നത് ഇറ്റലിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ നരേന്ദ്രമോദി മൂന്നാമത് പ്രൈം മിനിസ്റ്ററായിട്ട് അധികാരത്തിലെത്തിയതിനു ശേഷം അദ്ദേഹം ആദ്യമായിട്ട് നടത്താൻ പോകുന്ന വിദേശയാത്രകളിൽ ഒന്നെന്ന് പറയുന്നത് ഈ G7 സമ്മിറ്റ് അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗസ്റ്റായിട്ട് ഇന്ത്യനെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ആ G7 സമ്മിറ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റലിയിലേക്ക് നടത്തുന്ന വിദേശയാത്രയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 11 ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ G7 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് 7 എന്ന് പറയുന്നത്, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 7 ഡെവലപ്ഡ് രാജ്യങ്ങളുടെ അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളുടെ ഒരു സംഘടനയാണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിംഗ് ആണ് G7 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോർത്ത് അമേരിക്കയിൽ നിന്നുള്ള കാനഡ, അതുപോലെ തന്നെ USA, അതുപോലെ യൂറോപ്പിൽ നിന്നുള്ള ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, യുണൈറ്റഡ് കിങ്ഡം എന്നീ രാജ്യങ്ങളും, അതുപോലെ തന്നെ ഏഷ്യയിൽ നിന്ന് ജപ്പാനും കൂടി കൂടിച്ചേരുന്നതാണ് G7 എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കൂടെ യൂറോപ്യൻ യൂണിയനും G7 ഒരു പാർട്ടിസിപ്പൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ G7 1970-കളിലാണ് ഫോം ചെയ്യുന്നത്. അതായത് 1970-കളുടെ തുടക്കത്തിൽ ഈ ഡെവലപ്ഡ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥകളെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുള്ള 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, ഈ 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന സമയത്ത് ഈ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബ്രിട്ടൻ വുഡ്സ് സിസ്റ്റം ഉണ്ട്. ഈ ഡോളറിനെ ലോകത്തിന്റെ ഡിഫാക്റ്റോ റിസർവ് കറൻസിയാക്കി മാറ്റുന്നത് ഈ ബ്രിട്ടൻ വുഡ്സ് സിസ്റ്റമാണ്. അപ്പോൾ അതിൽ നിന്ന് ഡോളറിനെ ഈ ബ്രിട്ടൻ വുഡ്സ് സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഡോളറിനെ ഈ ബ്രിട്ടൻ വുഡ്സ് സിസ്റ്റത്തിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നത് 1971 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന റിച്ചാർഡ് നിക്സൺ ആണ്. അതാണ് നിക്സൺ ഷോക്ക് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അത് ഈ വെസ്റ്റേൺ യൂറോപ്പിലൊക്കെ ഉള്ള ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു മൂവായിരുന്നു. അതുപോലെ തന്നെ 1973 നടന്നിട്ടുണ്ടായിരുന്ന ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിൽ, അല്ലെങ്കിൽ ഇസ്രായേലും ഈജിപ്തും സിറിയയും തമ്മിൽ നടന്നിട്ടുണ്ടായിരുന്ന യോം കിപ്പൂർ വാർ, അല്ലെങ്കിൽ ഒക്ടോബർ വാർ എന്ന് പറയുന്നൊരു യുദ്ധമുണ്ട്. അപ്പോൾ ആ യുദ്ധത്തിനകത്ത് ഈ അറബ് രാജ്യങ്ങളുടെ മുകളിൽ ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് അന്ന് ഈ വെസ്റ്റേൺ രാജ്യങ്ങളും പ്ലസ് അമേരിക്കയും കൊടുത്തിട്ടുള്ള വലിയ രീതിയിലുള്ള സൈനിക സഹായമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ അറബ് രാജ്യങ്ങൾ, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പെട്രോളിയം പ്രൊഡ്യൂസിങ് രാജ്യങ്ങളായിട്ടുള്ള മിഡിൽ ഈസ്റ്റ് എന്നുള്ള രാജ്യങ്ങൾ ഈ വെസ്റ്റേൺ രാജ്യങ്ങൾക്കെതിരായിട്ട്, ഈ വെസ്റ്റേൺ രാജ്യങ്ങളും പ്ലസ് ജപ്പാനൊക്കെ എതിരായിട്ട് ഒരു ഓയിൽ എംബാഗോ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് 1970-കളുടെ എനർജി ക്രൈസിസിന് കാരണമാകുന്നത്. അപ്പോൾ ഈ 2 അന്നത്തെ ആഗോള സമ്പദ് വ്യവസ്ഥനെ, എസ്പെഷ്യലി ഡെവലപ്ഡ് രാജ്യങ്ങളെ ബാധിച്ചിട്ടുണ്ടായിരുന്ന ഈ 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾക്കുള്ള ഒരു റെസ്പോൺസ് എന്നുള്ള രീതിയിൽ ഇതിനകത്ത് എങ്ങനെ, ഏത് തരത്തിലുള്ള ഒരു സാമ്പത്തിക നയം സ്വീകരിക്കും, ഇതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടിയാലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ G7 ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത് ആദ്യം ഫോം ചെയ്യുന്നത് ഒരു G5 എന്നുള്ള പേരിലാണ്. പിന്നീട് ഓരോരോ രാജ്യങ്ങൾ ആഡ് ചെയ്തിട്ടാണ് ഇത് G7 ആയിട്ട് മാറുന്നത്. പിന്നീട് 1990-കളുടെ അവസാനത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം സോവിയറ്റ് യൂണിയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സക്സസർ സ്റ്റേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്ന റഷ്യനെ കൂടി ഇവർ G7 ഉൾപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഇത് G8 ആയിട്ട് മാറുന്നുണ്ട്. പക്ഷേ ഈ G8 എന്നുള്ള ഗ്രൂപ്പിംഗ് അധികകാലം നിലനിന്നില്ല. കാരണം 2014 റഷ്യ യുക്രൈൻ കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ റഷ്യയും യുക്രൈനും തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് 2014 യുക്രൈൻ്റെ ഭാഗമായിട്ടുള്ള ക്രൈമിയൻ പെനിൻസുല റഷ്യ പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരായിട്ട്, അല്ലെങ്കിൽ ഈ ക്രൈമിയൻ പെനിൻസുലിനെ റഷ്യ ഒക്യുപ്പൈ ചെയ്തേക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് റഷ്യനെ G8 നിന്ന് പുറത്താക്കി. അങ്ങനെയാണ് ഇത് വീണ്ടും G7 ആയിട്ട് മാറുന്നത്. ഇനി ഈ G7 സമ്മിറ്റുകൾ, ഇതിനകത്ത് 2 തരത്തിലുള്ള സമ്മിറ്റുകൾ നടക്കാറുണ്ട്. ഒന്ന് പ്രധാനമായിട്ടും ഇതിൻ്റെ ലീഡേഴ്സ് സമ്മിറ്റാണ്, അല്ലെങ്കിൽ ഇവരുടെ ആനുവൽ സമ്മിറ്റാണ്. അപ്പോൾ ഈ ലീഡേഴ്സ് സമ്മിറ്റ് എന്ന് പറയുന്നത് ഒരു ആനുവൽ സമ്മിറ്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ വാർഷിക സമ്മേളനം പോലെയാണ് നടക്കുക. ഈ പറയുന്ന G7 രാജ്യങ്ങളിൽ പെടുന്ന ഏതെങ്കിലും ഒരു രാജ്യത്തിൽ വെച്ചിട്ടാണ് ഈ ആനുവൽ സമ്മിറ്റ് നടക്കാറുള്ളത്. ഇപ്പോൾ 2023 G7 സമ്മിറ്റ് നടന്നിട്ടുള്ളത് ജപ്പാനിലാണ്. 24 ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഇറ്റലിയിൽ വെച്ചിട്ടാണ്. ഇനി ഇത് കൂടാതെ G7 ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ഇവരെല്ലാ വർഷവും സാധാരണഗതിയിൽ വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും മീറ്റ് ചെയ്യാറുണ്ട്. അത് ചില സമയങ്ങളിലൊക്കെ 4 പ്രാവശ്യമൊക്കെ ഇവർ തമ്മിലുള്ള ഈ ഫിനാൻസ് മിനിസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗ് നടക്കാറുണ്ടെന്ന് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ G7 ഈ 7 രാജ്യങ്ങൾ കൂടാതെ യൂറോപ്യൻ യൂണിയനും G7 ഒരു അംഗമാണെന്ന് മനസ്സിലാക്കുക. പക്ഷേ ഇപ്പം നിലവിലെ അവസ്ഥയിൽ ഈ G20 ഫോം ചെയ്തതോടുകൂടി 1990-കളുടെ അവസാനത്തിൽ G20 ഫോം ചെയ്തതോടുകൂടി ലോകത്തിലെ ഏറ്റവും വലിയ 20
സാമ്പത്തിക ശക്തികളുടെ സംഘടനയായിട്ട് G20 ഫോം ചെയ്തതോടുകൂടി G7 റെലവൻസ് വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വീണ്ടും നമ്മൾ ഈ G7 കുറിച്ച് വലിയ കാര്യമായിട്ട് കേൾക്കാനുള്ള ഒരു കാരണം ഈ റഷ്യ യുക്രൈൻ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് ഒരു വെസ്റ്റേൺ ബ്ലോക്ക് എന്നുള്ള രീതിയിൽ G7 വീണ്ടും വലിയ രീതിയിലുള്ള റെലവൻസ്, അല്ലെങ്കിൽ ഈ പറയുന്ന ചൈനയ്ക്കൊക്കെ എതിരായിട്ടുള്ള ഒരു അലയൻസ് എന്നുള്ള രീതിയിൽ G7 വീണ്ടും ഒരു സിഗ്നിഫിക്കൻസ് കിട്ടി തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഗ്ലോബൽ എക്കണോമിക് പ്രോസ്പെക്ട്സ് റിപ്പോർട്ടാണ്. സോ ഈ ഗ്ലോബൽ എക്കണോമിക് പ്രോസ്പെക്ട്സ് റിപ്പോർട്ട് എന്ന് പറയുന്നത് വേൾഡ് ബാങ്ക് സെമി ആനുവലി പബ്ലിഷ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾ ആഗോള സമ്പദ് വ്യവസ്ഥയുടെയും അതുപോലെ തന്നെ ഈ ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെയൊക്കെ സാമ്പത്തിക സ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോസ്പെക്ട്സ് അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ആണ് പ്രധാനമായിട്ടും ഈ റിപ്പോർട്ടിനകത്ത് പറയാറുള്ളത്. അപ്പോൾ ഇത് എല്ലാ വർഷവും ജനുവരിയിലും അതുപോലെ തന്നെ വർഷത്തിൻ്റെ പകുതിയാകുമ്പോൾ ജൂണിലുമാണ് ഇവരിത് പബ്ലിഷ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ജൂണിലെ എഡിഷൻ ഇപ്പോൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കേസ് എന്ന് പറയുന്നത് അടുത്തൊരു 3 വർഷവും ലോകത്തിലെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഈ നിലവിൽ ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പെട്ടെന്ന് വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മേജർ എക്കണോമി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇന്ത്യ കണ്ടിന്യൂ ചെയ്യുന്നു. അടുത്ത 3 സാമ്പത്തിക വർഷത്തേക്കും ഇന്ത്യയുടെ GDP ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു 6.7% ആവറേജ് ആയിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഗ്ലോബൽ എക്കണോമിയുടെ കേസിൽ ഗ്ലോബൽ എക്കണോമി വളർച്ച കൈവരിക്കുമെങ്കിലും, അല്ലെങ്കിൽ ഒരു 2.6%, 2.7% ഒക്കെ ഗ്ലോബൽ എക്കണോമിയുടെ ഗ്രോത്ത് ഉണ്ടാവുമെങ്കിലും നമ്മളൊരു പ്രീ പാൻഡമിക് ലെവലുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതിന് മുമ്പത്തെ ഒരു പതിറ്റാണ്ടുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഗ്ലോബൽ എക്കണോമിയിലെ ഗ്രോത്ത് പ്രീ പാൻഡമിക് ലെവലിലേക്ക് എത്താനുള്ള സാധ്യതകൾ കുറവാണെന്നൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 19 വാർത്തയുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് വേൾഡ് ബാങ്ക് ആണ് പബ്ലിഷ് ചെയ്യുന്നത്. എല്ലാ വർഷവും 2 പ്രാവശ്യം ഇത് പബ്ലിഷ് ചെയ്യും. ഒന്ന് ജനുവരി മാസത്തിലും 2 ജൂൺ മാസത്തിലും. ഈ പ്രാവശ്യത്തെ റിപ്പോർട്ടിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമി ആയിട്ട് ഇന്ത്യ കണ്ടിന്യൂ ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത 3 സാമ്പത്തിക വർഷവും ഏകദേശം 6.7% ആനുവൽ ഗ്രോത്ത് ഇന്ത്യൻ GDP ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 2024-25 ഇപ്പോൾ ഈ നടക്കുന്ന സാമ്പത്തിക വർഷത്തിലെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോബൽ GDP ഗ്രോത്ത് ഒരു 2.6% ഗ്രോത്ത് ഉണ്ടാവുമെങ്കിലും ഇതിന് മുമ്പത്തെ ഒരു പതിറ്റാണ്ടുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് 2010കളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഗ്രോത്ത് അന്നത്തുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറവാണ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ കുറിച്ചാണ്, അല്ലെങ്കിൽ NTA കുറിച്ചാണ്. സോ ബേസിക്കലി ഇപ്പോൾ നീറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കോൺട്രവേഴ്സീസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു കേസൊക്കെ ആളുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 14 ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസിലും ഇതിന് സമാനമായിട്ടുള്ള വാർത്തകളുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ നീറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്ന അതോറിറ്റി ആയിട്ടുള്ള NTA കുറിച്ച്, അല്ലെങ്കിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത് 2017 ഇന്ത്യയിൽ ഒരു സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറയുന്ന 1860 ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഓട്ടോണമസ് ഏജൻസിയാണെന്ന് മനസ്സിലാക്കുക. ഇവരുടെ ജോലി അല്ലെങ്കിൽ ഇവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എൻട്രൻസ് എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നീറ്റ്, അതുപോലെ തന്നെ CTET, ഗേറ്റ്, GPAT എന്നൊക്കെ പറയുന്ന ഒരുപാട് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരുപാട് എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ട്. അത് കണ്ടക്ട് ചെയ്യുന്നൊരു ഏജൻസിയാണ് ഈ NTA എന്ന് മനസ്സിലാക്കുക. ഇതൊരു ഓട്ടോണമസ് ആയിട്ടുള്ള സെൽഫ് സസ്റ്റെയിൻഡ് ടെസ്റ്റിംഗ് ഓർഗനൈസേഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഇനി ഇവരുടെ ഒരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻസ് എഫിഷ്യൻ്റ് ആയിട്ട്, ട്രാൻസ്പെറൻ്റ് ആയിട്ട്, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് നടത്തുക എന്നുള്ളതാണ് ഇവരുടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. ഇനി ഇവരുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ടെസ്റ്റിങ്ങുകൾ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ചെയ്യുന്ന മറ്റ് ചില ജോലികൾ എന്ന് പറയുന്നത്, ഒന്ന് ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഓൺലൈൻ എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പാർട്ട്ണർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പോൾ സ്കൂളുകൾ അല്ലെങ്കിൽ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ വെച്ചിട്ടായിരിക്കും ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ അതിനുള്ള അഡക്വറ്റായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉള്ള പാർട്ട്ണർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ഈ ആധുനിക ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ടെസ്റ്റിങ്ങിൻ്റെ ഡിഫറെൻ്റ് ആസ്പെക്റ്റുകൾ ഡീൽ ചെയ്യുന്നതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു പൂൾ ഓഫ് എക്സ്പേർട്സിനെ തയ്യാറാക്കിയെടുത്തുക. അതുപോലെ തന്നെ ഒരു സ്ട്രോങ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കൾച്ചർ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഓക്കെ, അതുപോലെ ഇന്ത്യയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഈ ട്രെയിനിങ് ആൻഡ് അഡ്വൈസറി സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആയിട്ടുള്ള ഇപ്പോൾ ETS അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ടെസ്റ്റിംഗ് സർവീസ് പോലുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക. ഇനി അതുകൂടാതെ ഇന്ത്യയിലെ നമ്മുടെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ
സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയൊക്കെ മിനിസ്ട്രീസോ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ മറ്റേതെങ്കിലും എക്സാമിനേഷൻസോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവരെ ആ ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഫംഗ്ഷനായിട്ട് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള സ്കൂൾ ബോർഡുകൾക്ക് വേണ്ടിയിട്ടുള്ള റിഫോംസ്, അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യലും ഇത്തരത്തിലുള്ള എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പ്രൊവൈഡ് ചെയ്യലും ഇവരുടെ ഒരു ഫംഗ്ഷനായിട്ട് പറയുന്നത്. ഇനി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഒരു ഗവേണൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിനെ ഹെഡ് ചെയ്യുന്നത് ഒരു എമിനൻറ്റ് എഡ്യൂക്കേഷനിസ്റ്റ് ആയിരിക്കും. അവരെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ഇവരുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO എന്ന് പറയുന്നത് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടർ ജനറൽ ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇത് കൂടാതെ ഇവർക്കൊരു ബോർഡ് ഓഫ് ഗവേണേഴ്സ് ഉണ്ടാവും. ഈ ടെസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള യൂസർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിനെ മെമ്പേഴ്സിനെ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ ബോർഡ് ഓഫ് ഗവേണേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിനെ കുറിച്ചാണ്. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഈ പാലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സീസ് ഫയർ ഡീല് ഇപ്പോൾ UN സെക്യൂരിറ്റി കൗൺസിൽ റെസൊല്യൂഷനായിട്ട് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 16 ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്തയുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ UN സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിൻ്റെ 6 പ്രിൻസിപ്പൽ ഓർഗനൈസേഷൻസിലൊന്നാണ് UN സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നത്. പക്ഷേ യുണൈറ്റഡ് നേഷൻസിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഓർഗനൈസേഷനും ഈ UN സെക്യൂരിറ്റി കൗൺസിലാണ്. ഓക്കെ, അപ്പോൾ ഈ UN സെക്യൂരിറ്റി കൗൺസിലിനെ ഡോമിനേറ്റ് ചെയ്യുന്നത് ഇതിനകത്തുള്ള 5 പെർമനന്റ് മെമ്പേഴ്സാണ്. UN സെക്യൂരിറ്റി കൗൺസിലിനകത്ത് ടോട്ടലി 15 മെമ്പേഴ്സാണുള്ളത്. അതിനകത്ത് 5 പെർമനന്റ് മെമ്പേഴ്സും 10 നോൺ പെർമനന്റ് മെമ്പേഴ്സും ആണുള്ളത്. അപ്പോൾ ഈ 5 പെർമനന്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ബേസിക്കലി 2ാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന സമയത്ത് ആ യുദ്ധത്തിൽ ജയിച്ചിട്ടുള്ള അലൈഡ് പവേഴ്സ് ആയിരുന്ന 5 രാജ്യങ്ങളാണ് UN സെക്യൂരിറ്റി കൗൺസിലിലെ പെർമനന്റ് മെമ്പേഴ്സായിട്ട് മാറിയിട്ടുള്ളത്. അതായത് USA, അതുപോലെ പണ്ട് സോവിയറ്റ് യൂണിയൻ, ഇപ്പോൾ അതിൻ്റെ സക്സസർ സ്റ്റേറ്റ് ആയിട്ടുള്ള റഷ്യ, അതുപോലെ UK, ഫ്രാൻസ്, ചൈന എന്നീ രാജ്യങ്ങളാണ് ഇതിലെ 5 പെർമനന്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തുള്ള 10 നോൺ പെർമനന്റ് മെമ്പേഴ്സിൻ്റെ കേസിൽ ഈ 10 നോൺ പെർമനന്റ് മെമ്പേഴ്സിനെ 2 വർഷത്തെ ടേമിലേക്ക് ജനറൽ അസംബ്ലി നമ്മുടെ റീജിയണൽ റെപ്രസെൻറ്റേഷൻ എൻഷുർ ചെയ്യുന്ന രീതിയിൽ ഓരോ റീജിയനും ഇത്ര മെമ്പേഴ്സ് എന്നുള്ള രീതിയിൽ അങ്ങനെ 2 വർഷത്തേക്ക് ഇലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ പെർമനന്റ് മെമ്പേഴ്സിന് ഇപ്പോൾ UN സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ക്രിറ്റിസിസമാണ് ഈ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഏറ്റവും പവർഫുൾ ബോഡി ആയിട്ടുള്ള UN സെക്യൂരിറ്റി കൗൺസിൽ തന്നെയാണ്. UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഏറ്റവും അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള ബോഡി അല്ലെങ്കിൽ ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു ബോഡി എന്നും പറയാറുണ്ട്. അതിനുള്ള കാരണം ഈ പെർമനന്റ് മെമ്പേഴ്സ് ആയിട്ടുള്ള 5 പേർക്കും ഒരു വീറ്റോ പവർ ഉണ്ട്. വീറ്റോ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UN സെക്യൂരിറ്റി കൗൺസിൽ പാസ്സാക്കുന്ന ഏതൊരു റെസൊല്യൂഷനും ഈ 5 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യം എതിർത്ത് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റെസൊല്യൂഷൻ അവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യുദ്ധത്തിൻ്റെ കേസിൽ ഒരുപാട് പ്രാവശ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് റെസൊല്യൂഷൻസ് വന്നിട്ടുള്ളതാണ്. ആ റെസൊല്യൂഷൻസ് എല്ലാം തന്നെ പാസ്സാവാതിരിക്കാനുള്ള കാരണം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അതിനെ വീറ്റോ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അൺറെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു വീറ്റോ പവർ അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു വീറ്റോ പവർ ഈ സെക്യൂരിറ്റി കൗൺസിലിൽ പെർമനന്റ് മെമ്പേഴ്സിനുണ്ട്. അതുപോലെ തന്നെ ഈ യുണൈറ്റഡ് നേഷൻസിൻ്റെ കേസിൽ 1945 ഈ ബോഡി എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം എക്സ്പാൻഡ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് മേ ബി പെർമനന്റ് മെമ്പർഷിപ്പ് ആയിരിക്കും. അതിനുശേഷം ഈ 45 ശേഷം ഒരിക്കൽ പോലും പുതിയൊരു രാജ്യത്തിനെ പെർമനന്റ് മെമ്പറായിട്ട് മാറ്റിയിട്ടില്ല. അതിനുള്ള ഒരു നമുക്ക് പുതിയൊരു രാജ്യത്തിനെന്ന് പറയുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കേസ്, പണ്ട് ചൈനയുടെ സീറ്റിൽ തായ്വാൻ ഇരുന്നിരുന്നു, ഇപ്പോൾ അത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ഇരിക്കുന്നു എന്നുള്ളൊരു മാറ്റമല്ലാതെ പുതുതായിട്ടൊരു രാജ്യത്തിനെയും ഈ സെക്യൂരിറ്റി കൗൺസിൽ പെർമനന്റ് മെമ്പറായിട്ട് മാറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ UN സിസ്റ്റത്തിനകത്തുള്ള ഏറ്റവും ഒരു അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും കൂടിയാണ് UN സെക്യൂരിറ്റി കൗൺസിൽ. പക്ഷേ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവർ തന്നെയാണ്. കാരണം ഈ യുണൈറ്റഡ് നേഷൻസിൻ്റെ കീഴിൽ സൈനിക നടപടി എടുക്കാനും അതുപോലെ തന്നെ ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള പ്രമേയങ്ങൾ പാസ്സാക്കാനും ഈ യുണൈറ്റഡ് നേഷൻസിനകത്തുള്ള ഒരു മെമ്പറെ സസ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ പുറത്താക്കാനോ അല്ലെങ്കിൽ രാജ്യങ്ങൾക്കെതിരായിട്ട് സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ സൈനിക നടപടികൾ സ്വീകരിക്കാനോ ഒക്കെയുള്ള അധികാരം ഈ UN സെക്യൂരിറ്റി കൗൺസിലിനാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് UN സെക്യൂരിറ്റി കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. അത് യമൻ ആണ്. ഓക്കെ, അപ്പോൾ യമൻ എന്ന് പറയുന്ന രാജ്യം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് വെസ്റ്റ് ഏഷ്യയിൽ അറേബ്യൻ പെനിൻസുലയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അറേബ്യൻ പെനിൻസുലയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് യമൻ എന്ന് പറയുന്നത്. ഇനി ഇവരുടെ അതിർത്തികൾ നോക്കിക്കഴിഞ്ഞാൽ യമൻ്റെ നോർത്തേൺ സൈഡിൽ മുഴുവനായിട്ടും കിടക്കുന്നത് സൗദി അറേബ്യയാണ്. അതുപോലെ തന്നെ ഇവരുടെ നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ ഈസ്റ്റേൺ സൈഡിലായിട്ട് കിടക്കുന്നത് ഒമാനാണെന്ന് മനസ്സിലാക്കുക. ഇനി ഇത് കൂടാതെ യമൻ ലോകത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള രാജ്യങ്ങളിലൊന്നാണ്. കാരണം ഇവരുടെ വെസ്റ്റേൺ സൈഡിൽ റെഡ് സീ ഉണ്ട്. അതുപോലെ തന്നെ ഈ റെഡ് സീനെയും ഗൾഫ് ഓഫ് ഏദനെയും കണക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാട്ടർവേ ആണ്
ബാബൽ മന്ദേബ് സ്ട്രൈറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സൈഡിൽ കിടക്കുന്നത് യമനാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവരുടെ വെസ്റ്റേൺ സൈഡിലായിട്ട് റെഡ് സീ ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ സദേൺ സൈഡിലായിട്ട് കിടക്കുന്നത് ഗൾഫ് ഓഫ് ഏദനും അതുപോലെ തന്നെ ഒരു ഗോർഡാഫുയ് ചാനൽ എന്ന് പറയുന്ന ചാനലാണ്. ഗോർഡാഫുയ് ചാനൽ എന്ന് പറയുന്നത് സൊമാലി ഉൾപ്പെടുന്ന ഈ ഹോൺ ഓഫ് ആഫ്രിക്കയുടെയും യമൻ്റെ ഭാഗമായിട്ടുള്ള സക്കോട്ര എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്. ഈ ഐലൻഡിൻ്റെ ഇടയിൽ കിടക്കുന്ന ഈ ഒരു വാട്ടർവേനെയാണ് ഗോർഡാഫുയ് ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് യമൻ്റെ അതിർത്തി മേഖലയിൽ കിടക്കുന്നത്. ഇനി ഇവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് സെന എന്ന് പറയുന്ന സിറ്റിയാണ്. അവിടുത്തെ ലാർജസ്റ്റ് സിറ്റിയും സെനയാണ്. പക്ഷേ യമനിൽ ഇപ്പോൾ 2011 തൊട്ട് നടക്കുന്ന ഇന്റേണൽ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ഒരു 14 തൊട്ട് നടക്കുന്ന സിവിൽ വാറുമായിട്ട് ബന്ധപ്പെട്ട് യമൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളും പല വാറിംഗ് പാർട്ടീസാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ടും യമനിലെ പ്രധാനപ്പെട്ട വലിയൊരു ശതമാനം പോപ്പുലേഷൻ ഏരിയാസും കൺട്രോൾ ചെയ്യുന്നത് ഹൂത്തീസ് എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ അൻസാറുള്ള എന്ന് വിളിക്കുന്ന ഒരു ആംഡ് ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഏരിയ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് റെഡ് സീയിലുള്ള ഷിപ്പിങ്ങിന് അഗെയിൻസ്റ്റ് ആയിട്ട് അവർക്ക് ആക്രമണം നടത്താൻ പറ്റുന്നത്. ഇനി യമൻ്റെ കേസിൽ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് യമനിൽ നിന്ന് ഒരുപാട് ദൂരത്ത് കിടക്കുന്നത്, യമൻ ഒരു ഏഷ്യൻ രാജ്യമാണെങ്കിലും ആഫ്രിക്കയുടെ ഭാഗമായിട്ട് കണക്കാക്കുന്ന ഒരു ഐലൻഡ് യമൻ്റെ ഭാഗമായിട്ടുണ്ട്. അതാണ് സക്കോട്ര അല്ലെങ്കിൽ സൊക്കോട്ര ഐലൻഡ് അല്ലെങ്കിൽ സൊക്കോട്ര ആർച്ചിപ്പെലാഗോ എന്ന് പറയുന്നത്. ഇതൊരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സൊക്കോട്ര ഐലൻഡ് ആണ്. ഈ സൊക്കോട്ര ഐലൻഡ് എന്ന് പറയുന്നത് യുനെസ്കോയുടെ ഒരു ഹെറിറ്റേജ് സൈറ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഈ സൊക്കോട്ര ഐലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ വലിയ രീതിയിൽ ബയോഡൈവേഴ്സിറ്റി ഉള്ള അല്ലെങ്കിൽ ഒരു ഏലിയൻ ലൈക്ക് പ്ലേസ് ആണെന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയാണെന്ന് തോന്നാത്തൊരു സ്ഥലമാണെന്നൊക്കെയാണ് ഈ സൊക്കോട്രനെ കുറിച്ച് പറയാറുള്ളത്. അത്രയധികം ബയോഡൈവേഴ്സിറ്റി ഉള്ള വളരെ യുണീക്ക് ആയിട്ടുള്ള സ്പീഷീസുകളൊക്കെ കാണുന്ന ഒരു സ്ഥലമാണ് ഈ സൊക്കോട്ര ഐലൻഡ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.